നമ്മുടെ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ 60 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിലും നമ്മൾ 2017 ചോദിച്ചിട്ടുള്ള കേട്ടറ്റിൻ്റെ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: സംഘടിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, മസ്തിഷ്കോച്ചാടനം, ബ്രെയിൻ സ്റ്റോമിംഗ്, സിമുലേഷൻ, ചോദ്യരീതി, ക്വസ്റ്റ്യനിങ്, ഇതൊക്കെയാണ് ഓപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അത് കണ്ടപ്പോഴേ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലായി. ഏതാണ് ഉത്തരം എന്ന് മനസ്സിലായി അല്ലേ? ഓപ്ഷൻ എ ആണ്, സംഘടിത പഠനമാണല്ലേ. സമൂഹ നിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആരുടെയാണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആയിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ. അതായത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന ഒരു കൺസെപ്റ്റ് രൂപം കൊണ്ടിട്ടുള്ളൊരു സിദ്ധാന്തമാണല്ലോ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വൈഗോട്സ്കി പറയുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. അപ്പോൾ അവൻ്റെ വികസനത്തിലൊക്കെ സമൂഹം കൃത്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അധ്യാപിക അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏത് തന്നെയാണ്? കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ സംഘടിത പഠനമാണ് അല്ലേ. ഈ നമ്മുടെ വൈഗോട്സ്കിയുടെ 2 കൺസെപ്റ്റാണ്. നമുക്കറിയാം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്കഫോൾഡിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, കൈത്താങ്, അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വൈഗോട്സ്കി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നോക്കം പോയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഓപ്ഷൻ എ, പരിഹാര ബോധനം നൽകുക, സഹപാഠികൾ വഴിയുള്ള പഠനം അവലംബിക്കുക, മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരെ അവോയ്ഡ് ചെയ്യുക, അവഗണിക്കുക, അധ്യാപന വേഗത കൂട്ടി അവൻ്റെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഉത്തരമെന്ന് പറയുന്നത് ഏതാണ്? പരിഹാര ബോധനം നൽകുക അല്ലെ, പ്രൊവൈഡ് റെമഡിയൽ കോച്ചിങ് ആണ്. അതാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും വരത്തില്ല, നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത് എന്താണ്? വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ആഖ്യാന ശൈലി അവലംബിക്കുക, നരേറ്റീവ് സീക്വൻസ്, വേഗത കുറച്ചുള്ള ലെക്ചറിങ്, ട്യൂട്ടോറിയൽ രീതി അവലംബിക്കുക. കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഏതെന്ന് പറയുന്നത്? വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പം എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ച് കാണിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതുതരം പഠന വൈകല്യമാണ് ഷിജുവിനുള്ളത്? ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡിസ്കാൽക്കുലിയാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പേശി പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായന വൈകല്യമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്: ഒരു കുടുംബത്തിൽ ആൺകുട്ടിക്ക് അവൻ്റെ നേട്ടങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നു, എന്നാൽ പെൺകുട്ടിക്ക് അവ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ഓപ്ഷൻ ബി, ജെൻഡർ ബയാസ്, ഓപ്ഷൻ സി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഓപ്ഷൻ ഡി, ജെൻഡർ ഇക്വാലിറ്റി. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉത്തരം വരാൻ കാരണം എന്താണ്? നമുക്കറിയാം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗവിവേചനം എന്നാണ് അർത്ഥം അല്ലേ. ലിംഗവിവേചനം, അതായത് ഇവിടെ ഒരു കുടുംബത്തിൽ ആൺകുട്ടിക്ക് അവൻ്റെ നേട്ടങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്, എന്നാൽ പെൺകുട്ടിക്കാണ് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരാളുടെ ലിംഗത്തെ അടിസ്ഥാനമാക്കി അവരെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ തരം താണതായിട്ട് കണക്കാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ആണ് നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ, ലിംഗവിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ജോലിയിലാവാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാവാം, ഒരു രാഷ്ട്രീയത്തിലാവാം, ഒരു വീട്ടിലൊക്കെ ആകാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജെൻഡർ ബയാസും നമുക്കിവിടെ ഒരു ഇതായിട്ട് പറയാം. കാരണം ലിംഗപക്ഷപാതമാണ് ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരേ മീനിങ് ഒക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ട്, ലിംഗസമത്വം ഉണ്ട്. എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് അല്ലെങ്കിൽ ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ? പുരുഷനും സ്ത്രീകൾക്കും സമൂഹത്തിൽ തുല്യ പങ്കാളികളാണെന്നും അവർക്ക് ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഒന്നാണ് ലിംഗസമത്വം എന്ന് പറയുന്നത്. അതുപോലെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിംഗത്തിലുള്ളവർ ഒരുപോലെയാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് പുരുഷന്മാർ ശക്തരും സ്വതന്ത്രരുമാണ്, സ്ത്രീകൾ ദുർബലരും ആശ്രിതരുമാണ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. ഒരു ലിംഗത്തിലുള്ളവർ മാത്രം ശക്തരാണ്. ആ ഒരു കൺസെപ്റ്റാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഒരേ ലിംഗത്തിലുള്ളവർ എന്താണ്? ഒരുപോലെയാണ് എന്നൊരു കൺസെപ്റ്റാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും വരിക. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ താഴെ പറയുന്ന ഉപാധികളിൽ ഏതാണ് അനുയോജ്യം? പ്രകടന പരീക്ഷ, പെർഫോമൻസ് ടെസ്റ്റ്, നിദാനശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമുക്കറിയാം ഉത്തരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഏതാണ്? നിദാനശോധകമാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ വിലയിരുത്താൻ അധ്യാപകന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് നിദാനശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് ഒരു കുട്ടി എന്തെല്ലാം നേടിയില്ല എന്ന് നിർണ്ണയിക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സിദ്ധിശോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ എന്ത് നേടി എന്ന് നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് സിദ്ധിശോധകം അല്ലേ? അതായത് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിലെത്രമാത്രം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത് സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഏത് മേഖലയിലായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി ഏത് മേഖലയിലായിരിക്കും അവൻ്റെ ഫ്യൂച്ചർ കൂടുതൽ തിളങ്ങുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കുട്ടി അനുഭവിക്കുന്ന പഠനപ്രയാസങ്ങളെ വിലയിരുത്താൻ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എന്താണ്? നിദാനശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന നിയമം ഏതാണ്? പൂർത്തീകരണം, സാദൃശ്യം, അതുപോലെ സാമീപ്യം, തുടർച്ച. ക്ലോഷർ, സിമിലാരിറ്റി, പ്രോക്സിമിറ്റി, കണ്ടിന്യൂറ്റി. ഇവിടെ അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഗ്രൂപ്പായിട്ട് കാണുന്ന നിയമം, ഇത് നമ്മൾ എവിടെയാണെന്ന് പഠിച്ചത്? പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ജെസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുറേ നിയമങ്ങൾ നമ്മളവിടെ 5 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മളവിടെ പഠിച്ചിട്ടുള്ളതായിരുന്നു. അതിലൊന്നാണ് സാമ്യതാ നിയമം എന്ന് പറയുന്നത് അല്ലേ? സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് സിമിലാരിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം? ഒരംശങ്ങളെ സമാനങ്ങളായിട്ട് പ്രത്യക്ഷണം ചെയ്യുമ്പം അവയെ പരസ്പര ബന്ധിതമായിട്ട് നമ്മൾ പ്രത്യക്ഷണം ചെയ്യുന്നു എന്ന് പറയുന്നൊരു നിയമമായിരുന്നു സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വൃത്തങ്ങളെ 2 ത്രികോണമായിട്ട് നമ്മൾ വീക്ഷിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മളവിടെ ഉദാഹരണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു വൃത്തം കണ്ടു കഴിഞ്ഞാൽ 2 ത്രികോണമായിട്ട് നമ്മളതിനെ നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെയാണ് അത് വരിക. സാമീപ്യ നിയമം എന്തായിരുന്നു? ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യക്ഷണം ചെയ്യുന്ന നിയമമാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം ഒരു ചെറിയ വരയും ഒരു വലിയ വരയും കണ്ടു കഴിഞ്ഞാൽ അതൊരു ജോഡിയാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് അല്ലേ? അല്ലെങ്കിൽ അടുത്തടുത്തിരിക്കുന്ന 2 ഒരു ചതുരക്കട്ടകൾ നമുക്ക് എന്താണ്, അതൊരു ഗ്രൂപ്പാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതെന്താണ്? സാമീപ്യ നിയമം. ഇത് സമീപത്ത് അടുത്തടുത്തുണ്ട് എന്നൊരു തോന്നൽ വരത്തില്ല, അതിനെയാണ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യക്ഷണം ചെയ്യുന്നതിനെയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമം ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഗ്രൂപ്പായിട്ട് തോന്നുന്നത് അത് സാമീപ്യ നിയമമാണ്, ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ്. അതുപോലെ നമ്മൾ സമ്പൂർണ്ണ നിയമം പഠിച്ചിട്ടുണ്ട്, പരിപൂർത്തി നിയമം, സമ്പൂർണ്ണ നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് ക്ലോഷർ, അതായത് ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകളെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണത നമുക്കുണ്ടെന്ന് പറയുന്നൊരു നിയമമാണല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു വൃത്തമായിട്ട് തോന്നുന്നുവെങ്കിൽ അതിനെ നമുക്ക് സമ്പൂർണ്ണ നിയമം എന്ന് പറയാമല്ലേ? കുറേ ഡോട്ടുകൾ ഇങ്ങനെ അടുത്തടുത്ത് കാണുമ്പോൾ അതിനെ ഒരു വൃത്തമായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമമാണെന്ന് പറയാം. അതേപോലെ തുടർച്ചാ നിയമമുണ്ട്, ലോ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്. അർത്ഥപൂർണ്ണമായ ഒരു രൂപമാതൃക കിട്ടാൻ വേണ്ടി ആ ഒരു പാകത്തിൽ നാം ശൃംഖലനം ചെയ്യാറുണ്ടെന്നാണ് അങ്ങനെ പറയുന്ന നിയമമാണ് തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്പൈറൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. സ്പൈറൽ മോഡലാണെന്ന് നമ്മൾ വിചാരിക്കണം, നമ്മുടെ മനസ്സിനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ രൂപപശ്ചാത്തല ബന്ധമുണ്ട്, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയും. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുകയും ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നെന്ന് പറയുന്ന നിയമമാണ് രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത്രയാണ് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ എന്ന് പറയുന്നത്, ജെസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ സി ആയിരുന്നു, സാമീപ്യമായിരുന്നു, ലോ ഓഫ് പ്രോക്സിമിറ്റി ആയിരുന്നു ഉത്തരം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാരാ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങൾ നൽകിയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രീതിയാണ്. ഓപ്ഷൻ എ മാറ്റി നിർത്തുക, സെഗ്രിഗേഷൻ, ഉൾക്കൊള്ളിക്കൽ, ഇൻക്ലൂഷൻ, പ്രാപ്യമാക്കൽ, ആക്സസിബിലിറ്റി, ഇൻ്റഗ്രേഷൻ. ഇവിടെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാര വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമയോജനങ്ങളിലൂടെ വിഭവങ്ങൾ നൽകി ഉൾക്കൊള്ളിക്കുന്ന രീതിയെ പറയുന്നതാണ് ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രേഷനാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രൻസിനെ സാധാരണ ഓർഡിനറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ബേസ് എഡ്യൂക്കേഷനെയാണ് ഇത്തരത്തിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്കൂളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെയൊക്കെ മറ്റു കുട്ടികളോടൊപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാര വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങളൊക്കെ നൽകിയിട്ട് ഉൾക്കൊള്ളിക്കുന്ന ആ രീതിയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്തായിരുന്നു? സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിൽക്കുന്ന കുട്ടികളെയും കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഏതൊരു ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്റ്റുഡൻറ്റിനും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ എല്ലാ സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്യുന്നു എന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇൻ്റഗ്രേഷനാണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഓപ്ഷൻ എ, സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരം അറിയിക്കും. ഓപ്ഷൻ ബി, ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരം അറിയിക്കും. ഓപ്ഷൻ സി, പ്രശ്നം യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തും. ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയല്ല. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്കറിയാം. ഉത്തരം ഏത് തന്നെ ആയിരിക്കും? മേൽപ്പറഞ്ഞവ എല്ലാമായിരിക്കും അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത്. Association between stimulus and response leading to learning is emphasized in. ഓപ്ഷൻ എ, ചേഷ്ടാവാദം, ബിഹേവിയറിസം, ജ്ഞാതൃവാദം, കൊഗ്നിറ്റീവിസം, ജ്ഞാനനിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം, മാനവികതാവാദം, ഹ്യൂമനിസം. ഏതാണ് ചോദക പ്രതികരണങ്ങൾ? സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് നമ്മൾ ഏത് ലേണിങ്ങിലൂടെയാണ് പഠിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരവല്ല. ചേഷ്ടാവാദം അല്ലെങ്കിൽ ബിഹേവിയറിസമാണ്. നമുക്കറിയാവുന്നതാണ്. ബിഹേവിയറിസമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ വ്യവഹാര സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ശക്തനായിട്ടുള്ളൊരു വക്താവാണ് ജെ.ബി. വാട്സൺ. പരിസ്ഥിതിയിൽ നടക്കുന്ന സംഭവങ്ങൾ തങ്ങളെ സമ്മാനിതരാക്കുകയാണോ ശിക്ഷിക്കുകയാണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ പുതിയ വ്യവഹാരങ്ങൾ ആർജിക്കുകയോ നിലവിലുള്ളവയെ പരിവർത്തനത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഈ ഒരു വ്യവഹാര സമീപനത്തിൻ്റെ സത്യം എന്നാണ് ജെ.ബി. വാട്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ എന്നാണ് ഈ ഒരു വ്യവഹാര സമീപനം അതിൻ്റെ വക്താക്കൾ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. വ്യവഹാര സമീപനത്തിൻ്റെ പ്രധാനമായിട്ടും പാവ്ലോ ഉണ്ട്, തോണ്ടേക്ക് ഉണ്ട്, സ്കിന്നർ ഉണ്ട്, ഹള്ളുണ്ട് അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പം ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിലാണ് മേൽക്കൈ കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻസ്: ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ, യുക്തിഗണിത ബുദ്ധി. ഇവിടെ നമ്മുടെ ഹൊവാർഡ് ഗാർണർ കുറേ ബുദ്ധികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം റാണിക്ക് പഠിക്കുമ്പം ചർച്ചകളും സംഘപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയല്ല നമുക്കറിയാം. 2ാമത്തെ ഓപ്ഷൻ ഇൻ്റർപേഴ്സണൽ ബുദ്ധിയാണ് അവിടെ ഉത്തരവെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. വ്യക്തിയാന്തര ബുദ്ധി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ബുദ്ധിശക്തികളിൽ അത് ഒന്ന് പഠിച്ചിട്ടുള്ളതാണ്. വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും അല്ലേ. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ഉത്തരം. അതായത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും അവരെ മനസ്സിലാക്കാനും അവരുടെ പെരുമാറ്റങ്ങളെ വ്യാഖ്യാനിക്കാനുമുള്ള ഒരു കഴിവിനെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ബുദ്ധി സാധ്യമാക്കാൻ അല്ലെങ്കിൽ ഈ ബുദ്ധി കിട്ടുവാൻ വേണ്ടി കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, പരസ്പര വിലയിരുത്തലുകൾ, അതുപോലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്, സഹകരണ പ്രവർത്തനങ്ങളൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഈ ബുദ്ധി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കുട്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകന് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ. പരസ്പര വിലയിരുത്തലുകൾ, അനുഭവങ്ങൾ പങ്കുവെക്കാം, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ പ്രവർത്തനങ്ങൾ നടത്താം. അപ്പം ഇവിടെ റാണിക്ക് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് ഏത് ബുദ്ധിയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻ്റർപേഴ്സണൽ ബുദ്ധിയാണ്. അതുപോലെ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്, ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് അല്ലേ. തൻ്റെ പോരായ്മകളും കഴിവുകേടുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പം അത് നൽകാൻ അല്ലെങ്കിൽ അത് ഒരു കുട്ടിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പം ജേണലുകളൊക്കെ നിർമ്മിക്കാം,
അതുപോലെ തന്നെ വായനാക്കുറിപ്പുകൾ സൃഷ്ടിക്ക് തയ്യാറാക്കാം, ചർച്ചകളിൽ പങ്കെടുക്കാം. ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും അല്ലേ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗ്ഗനിർദ്ദേശമാണ് ഓപ്ഷൻ എ വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശം, പേഴ്സണൽ ഗൈഡൻസ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, തൊഴിൽപരമായിട്ടുള്ള വൊക്കേഷണൽ ഗൈഡൻസ്, സംഘമാർഗ്ഗനിർദ്ദേശം, ഗ്രൂപ്പ് ഗൈഡൻസ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വ്യക്തിപരമായ മാർഗ്ഗനിർദ്ദേശമാണ് അല്ലെ, പേഴ്സണൽ ഗൈഡൻസ് ആണ്. ഇവിടെ നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശമല്ല, തൊഴിൽപരമായിട്ടുള്ളതല്ല, സംഘമാർഗ്ഗനിർദ്ദേശമല്ല, വ്യക്തിപരമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശമല്ലേ. ഓരോ കുട്ടികൾക്കും അവരുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായിട്ട് മാറാനും വേണ്ടി കൊടുക്കേണ്ട മാർഗ്ഗനിർദ്ദേശം ഗൈഡൻസ് ആണ് ഏതെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും കഴിവുകൾ കുറവുള്ളവരായിരിക്കും, ബുദ്ധി കുറവുള്ളവരായിരിക്കും, ന്യൂറോളജി പരമായിട്ട് വൈകല്യമുള്ളവരായിരിക്കും, പൊതുവെ നിഷ്ക്രിയരായിരിക്കും. ഇവിടെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ന്യൂറോളജി പരമായിട്ടുള്ള വൈകല്യമുള്ളവരായിരിക്കും. ഇത് നമുക്കറിയാവുന്നതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിന് രസതന്ത്രത്തിലെ സമവാക്യങ്ങൾ സമീകരിക്കുന്നതിന് മിക്കപ്പോഴും പ്രയാസം നേരിടുന്നു. പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് അവൻ ഏത് ന്യൂനതയാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വസ്തുസ്ഥിരത, ഒബ്ജക്റ്റീവ് പെർമനൻസ്, ഓപ്ഷൻ ബി കൺസർവേറ്റിവിസം, ഓപ്ഷൻ സി പ്രത്യാവർത്തന ചിന്ത, റിവേഴ്സിബിൾ തിങ്കിങ്, ഓപ്ഷൻ ഡി യുക്തിപരമായിട്ടുള്ള ചിന്ത, ലോജിക്കൽ റീസണിങ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത്, പ്രത്യാവർത്തന ചിന്ത, റിവേഴ്സിബിൾ തിങ്കിങ് ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലേ. 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ തിങ്കിങ്ങിനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇക്വേഷൻസും മറ്റും ചെയ്യുമ്പോഴും ഒക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അത് അവൻ്റെ പ്രത്യാവർത്തന ചിന്തയിലെ ന്യൂനത കൊണ്ടാണെന്നാണ് പിയാഷെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെയും ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിന് രസതന്ത്രത്തിലെ സമവാക്യങ്ങൾ സമീകരിക്കാൻ മിക്കപ്പോഴും പ്രയാസം നേരിടുന്നുണ്ട് അല്ലേ. പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് അവൻ എന്ത് ന്യൂനതയാണ്? പ്രത്യാവർത്തന ചിന്തയാണ്, റിവേഴ്സിബിൾ തിങ്കിങ്ങിനുള്ള പ്രശ്നമാണ് അവനുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, ഡേവിഡ് മക്ലെലൻ, E.L. തോണ്ടൈക്ക്. നമുക്കറിയാം അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളതല്ലേ, നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേവിഡ് മക്ലെലൻ്റാണ് ഉത്തരം എന്ന് പറയുന്നത്. 1951 മക്ലെലൻ്റ് ഇങ്ങനെ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് കൂടുതൽ നന്നാവാനും അത് തനതായ നേട്ടങ്ങൾ കൈവരിക്കാനുമാണെന്നാണ് നമ്മുടെ മക്ലെലൻ്റ് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ അധ്യാപിക അവലംബിക്കുന്ന രീതി ഏതാണെന്ന്? ഓപ്ഷൻ എ ആഗമന രീതി, ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ ബി ഇൻഡ്യൂറ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ സി വിശകലന രീതി, അനലിറ്റിക് അപ്രോച്ച്, ഓപ്ഷൻ ഡി നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്രോച്ച്. നമുക്കറിയാം നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആഗമന രീതിയാണ് ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായതിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിഗമന രീതി എന്താണ്? ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായത് പഠിച്ചിട്ട് പ്രത്യേകമായതിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇൻഡ്യൂറ്റീവ് രീതി എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു തിങ്കിങ് പ്രോസസ്സിനെയാണ് ഇൻഡ്യൂറ്റീവ് രീതി എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ, അതായത് ഫാസ്റ്റായിട്ട് കാര്യക്ഷമതയോടെയും എഫിഷ്യൻ്റായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡ്യൂറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൗമാര ബഹുമതിക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് കൂടുതൽ കാരണമാകുന്നത്? ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൻ എഫക്റ്റഡ് ബൈ ഓപ്ഷൻ എ കഴിവുകൾ, എബിലിറ്റി, പ്രത്യക്ഷഭാവം, ഓപ്ഷൻ ബി അപ്പിയറൻസ്, ഓപ്ഷൻ സി ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, ഓപ്ഷൻ ഡി ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. 17ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രത്യക്ഷഭാവം അല്ലെങ്കിൽ അപ്പിയറൻസ് ആണ്. ഇപ്പം ഈ ടീനേജ് സെൽഫ് എസ്റ്റീമിൽ വരുന്ന പ്രധാന ഫാക്ടേഴ്സാണ് സോഷ്യൽ മീഡിയ, നമുക്ക് പറയാം ബോഡി ഇമേജസ്, അതുപോലെ പിയർ റിലേഷൻഷിപ്സ്, അക്കാഡമിക് പെർഫോമൻസ്, ഫാമിലി എൻവയോൺമെൻറ്റ്, മെൻ്റൽ ഹെൽത്ത്. ഇതൊക്കെ നമുക്ക് ടീനേജ് സെൽഫ് എസ്റ്റീമിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സായിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പറയാൻ പറ്റുന്ന ഒന്നാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ്. ചോദന പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം. വികാസം പാരമ്പര്യമായി മുൻപേ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശാരീരിക പക്വത ആർജിക്കുന്നതിൻ്റെ ഫലമാണ് വികാസം. നമുക്കറിയാം ഇവിടെ
വൈഗോട്സ്കിയുടെ വൈജ്ഞാനിക വികാസം എന്താണെന്ന് ഓപ്ഷൻ ബി കാണുമ്പോൾ അറിയാം. വൈഗോട്സ്കിയുടെ സോഷ്യൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ ആ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 19ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ചിന്തയ്ക്കുള്ള ഉപകരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പ്രബലനം, റീഎൻഫോഴ്സ്മെൻറ്റ്, അടയാളങ്ങൾ, സിമ്പിൾസ്, ഭാഷ, ലാംഗ്വേജ്, ആശയങ്ങൾ, കൺസെപ്റ്റ്. ഇത്രയാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ചിന്തയ്ക്കുള്ള ഉപകരണമല്ലാത്തത് ഏതാണ് ഇവിടെ? പ്രബലനമാണ് അല്ലേ, റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങൾ, അതുപോലെ തന്നെ ഭാഷ, ലാംഗ്വേജ്, ഈ സിമ്പിൾസ്, ചിഹ്നങ്ങൾ, ഇവയുടെ ചിന്തയുടെ അടിസ്ഥാന ഉപകരണങ്ങളാണ് ഇതെല്ലാം അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തയ്ക്കുള്ള ഉപകരണമല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ പറയുന്ന അടയാളങ്ങളും ഭാഷ, ആശയങ്ങൾ, സിമ്പിൾസ്, ലാംഗ്വേജ്, കൺസെപ്റ്റ്, ഇതെല്ലാം എന്താണ്? ചിന്തയുടെ അടിസ്ഥാന ഉപകരണങ്ങളാണ് അല്ലേ. വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പിന്നെ ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും അത് ക്ലാസിഫൈ നടത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നവയാണ് ഈ പറയുന്ന ചിന്തയുടെ അടിസ്ഥാന ഉപകരണങ്ങളെന്ന് പറയുന്നത്. ഒരു കുട്ടി നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ അവനെ പ്രശംസിക്കുന്നത് ഒരു പ്രബലനമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കാം, അവന് ക്ലാപ്പ് കൊടുക്കാം, അവൻ്റെ ഒരു പുഞ്ചിരി കൊടുക്കാം. ഇതെല്ലാം ഒരു റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്രവർത്തനത്തെ ആവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയെ വർദ്ധിപ്പിക്കലിനെയാണ് നമ്മൾ പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? അടയാളങ്ങൾ, ഭാഷ, ആശയങ്ങൾ, ഇവയെല്ലാം എന്താണ്? ചിന്തയുടെ അടിസ്ഥാന ഉപകരണങ്ങളാണ് അല്ലേ. വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യാനും ആശയവിനിമയം നടത്താനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഈ ചിന്തയുടെ ഉപകരണങ്ങളെന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഓപ്ഷൻ എ ഗാങ്ങുകൾ രൂപീകരിക്കുക, ഓപ്ഷൻ ബി സാമൂഹിക നിലവാരം കാത്തുസൂക്ഷിക്കുക, ഓപ്ഷൻ സി സുഹൃത്ത് ബന്ധങ്ങളെ നിരാകരിക്കൽ, ഓപ്ഷൻ ഡി സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ. 20 ഉത്തരം ഡി ആണ് അല്ലേ. പ്രധാനപ്പെട്ടത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ പ്രധാന ഘടകം ഏതാണ്? സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതലാണ് അല്ലേ. മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്സ്. 21ാമത്തെ ക്വസ്റ്റ്യനാണ് ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായിട്ട് കണ്ടു. അവനെ എന്ത് പറയാം? മാറ്റി നിർത്തപ്പെട്ടവൻ, തിരസ്കരിക്കപ്പെട്ടവൻ, ക്ലിക്ക്, സ്റ്റാർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, സിമ്പിളാണ്. 21ാമത്തെ ഡി ആണല്ലേ, സ്റ്റാർ ആണ് ഉത്തരം. നമ്മൾ ജെയൽ മൊറീനയുടെ സമൂഹം വിധി അല്ലെങ്കിൽ സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു പഠിച്ചിട്ടുണ്ടാണ്. ഒരു സംഘത്തിലെ അംഗങ്ങളുടെ സ്വീകരണ പ്രവണത അല്ലെങ്കിൽ റിസപ്റ്റീവ്, തിരസ്കരണ പ്രവണത അല്ലെങ്കിൽ റിജക്റ്റീവ്, അവയൊക്കെ അളക്കുമ്പം ഒരു സോഷ്യോഗ്രാം നമ്മൾ നിർമ്മിക്കാറുണ്ട്. കാരണം ഇതിൽ കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുത്തവരെയാണ് നമ്മൾ സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ചെറിയ അംഗങ്ങൾ തമ്മിൽ ശക്തമായിട്ട് അല്ലെങ്കിൽ ഗാഢമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവരെയാണ് നമ്മൾ ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഐസൊലേറ്റ്സ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരും തിരഞ്ഞെടുക്കപ്പെടാത്തവരെയാണ് അല്ലേ. ജെയൽ മൊറീനയുടെ സമൂഹം വിധി സോഷ്യോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലുള്ളതാണ് സ്റ്റാറും ക്ലിക്കും ഐസൊലേറ്റ്സും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റാറാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന രീതി ഏതാണ്? ലെക്ചറിങ്, മസ്തിഷ്കോച്ചാടനം, ബ്രെയിൻ സ്റ്റോമിങ്, ജേണലിങ്, പാരായണം, റിസിറ്റേഷൻ. അപ്പം ഇതിനകത്ത് ഏത് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികളെ വികസിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന അനുയോജ്യമായ പഠന രീതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജേണലിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ജേണലിംഗ് ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. എന്താണ് മെറ്റാകോഗ്നിഷൻ, എന്താണ് അതീത ചിന്ത, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കുക എന്നാണ് അർത്ഥം അല്ലേ. തിങ്കിങ് അബൌട്ട് തിങ്കിങ്, അതായത് ചിന്തയെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് ഈ ഒരു അതീത മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. 1970കളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ജോൺ ഫ്ലെവൽ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് 1970ൽ അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തിങ്കിങ് അബൌട്ട് തിങ്കിങ്, ചിന്തയെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെങ്കിൽ അത്തരത്തിലൊരു ഇതിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കുട്ടിയിൽ ആ ഒരു മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് പ്രോസസ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ജേണലിംഗ്. ജേണലിംഗ് എന്താണ്, നമുക്ക് നല്ലൊരു ഓപ്ഷനാണല്ലേ. 23ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രബലന രീതികളിൽ ഏതാണ് ഏറ്റവും കുറവ് പ്രതികരണ നാശത്തിന് കാരണമാകുന്നത്? കൃത്യമായ ഇടവേളകളിൽ പ്രബലനം നൽകൽ, കൃത്യമായ എണ്ണം പ്രതികരണങ്ങൾക്ക് പ്രബലനം നൽകൽ, തുടർച്ചയായി പ്രബലനം നൽകൽ, വ്യത്യസ്ത ഇടവേളകളിലുള്ള പ്രബലനം. ഇവിടെ ഉത്തരം വ്യത്യസ്ത ഇടവേളകളിലുള്ള പ്രബലനമാണ്. കാരണം എന്താ, കൃത്യമായ ഇടവേളകൾ പ്രബലനം കൊടുക്കൽ, കൃത്യമായ എണ്ണം പ്രതികരണങ്ങൾക്ക് പ്രബലനം കൊടുക്കൽ, തുടർച്ചയായിട്ട് പ്രബലനം നൽകലൊക്കെ എന്താണ്, അതൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രബലന രീതികളാണ്. ലീസ്റ്റ് എഫക്റ്റിംഗ് എക്സ്റ്റിങ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഇടവേളകളുള്ള പ്രബലനമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ
പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്നത് പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, റിപ്രഷൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോമ്പൻസേഷനാണ് ഇവിടെ ഉത്തരവെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിഫൻസ് മെക്കാനിസം, സമായോജന ക്രിയാതന്ത്രങ്ങളൊക്കെ പഠിച്ചതാണ്. അതിൽ വരുന്ന ഒന്നാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അല്ലെ, അനുപൂരണം എന്നാണ് മലയാളം. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രത്തെയാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അല്ലേ, ആ ഒരു പഠനത്തിൻ്റെ ആ പോരായ്മ മറയ്ക്കാൻ വേണ്ടിയിട്ട് രാമു എന്ത് ചെയ്യുകയാണ്, അവൻ കായിക മേഖലയിലൊക്കെ വലിയ പാടുപെട്ടുകൊണ്ട് പ്രാവീണ്യം നേടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ പോരായ്മ മറയ്ക്കാൻ വേണ്ടി രാമു ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ കൊണ്ടുവരികയാണ്. അല്ലേ, അനുപൂരണം എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷനാണ്. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രത്തെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാം, കേസ് പഠനം, MMBI, TAT ചോദ്യാവലിയൊക്കെ ഇവിടെ ഉണ്ട്. TAT ആണല്ലേ, ടാറ്റ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മോർഗൻ ആൻഡ് മുറൈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് നമ്മുടെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നതിൽ എന്തിന് സമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദകത്തിന് പകരം വെക്കൽ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ചോദക വേർതിരിവ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്, സ്പോണ്ടേനിയസ് റിക്കവറി എന്നൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ചോദക വേർതിരിവാണ് ഉത്തരം. അല്ലേ, ചോദക വേർതിരിവ് അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷനാണ് ഉത്തരം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. കാരണം എന്താണ്, അവന് പട്ടികളെ വേർതിരിച്ചറിയാം. വെളുത്ത പട്ടിയൊന്നും കറുത്ത പട്ടിയൊന്നും വേർതിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതിനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വേർതിരിവെന്ന് പറയുന്നത്. സ്റ്റിമുലസ് ജനറലൈസേഷൻ അല്ലെങ്കിൽ ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റിമുലസിന് പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുത്തതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു കുട്ടി ഒരു തീയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവന് കൈ പൊള്ളി. അപ്പോൾ ഏതെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് തീയാണ്, എൻ്റെ കൈ പൊള്ളും എന്നൊക്കെയുള്ളൊരു പേടി വരും. അപ്പോൾ അതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എല്ലാം ഒരു പൊതുവായിട്ടുള്ളതാക്കി മാറ്റുകയാണ്. ഒരു ചോദകത്തിനെ പൊതുവായിട്ടുള്ള ഒന്നാക്കി മാറ്റുകയാണല്ലേ, പ്രത്യേകമായ റെസ്പോൺസ് ഒരു സ്റ്റിമുലസിന് നേടിയെടുക്കുന്നതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കയറ് കണ്ടു കഴിഞ്ഞാൽ പാമ്പായിട്ട് തോന്നുക, അങ്ങനെയൊക്കെയുള്ള അതിനെയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ചോദക വേർതിരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷനാണ്. അപ്പം വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് എന്താണ്, കറുത്ത പട്ടിയെ പേടി തോന്നില്ല. അപ്പോൾ ആ സ്റ്റിമുലസിന് എന്താണ് വെവ്വേറെ എന്ത് ചെയ്യാൻ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സ്വയം വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറഞ്ഞവയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാരണം ഏതെന്ന് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇങ്ങനെയാണ്, ബോധന രീതിയുടെ പോരായ്മ, നൂതനമായ ബോധന രീതികൾ, യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷ, ഉന്നത നിലയിലുള്ള അഭിപ്രേരണ. ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ്. ഇവിടെ ഉത്തരം ഞാൻ പറഞ്ഞ ബോധന രീതിയുടെ പോരായ്മയാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഈ ലേണിംഗ് പ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, പഠനപീഠസ്ഥലി എന്താണ്, ലേണിംഗ് പ്ലേറ്റ് എന്താണെന്ന് നമ്മൾ പറയാം. ഇതുണ്ടാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഈ പഠനപീഠസ്ഥലി ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അഡോപ്റ്റ് ചെയ്ത ലേണിംഗ് മെത്തേഡ് മോശമായതുകൊണ്ട് പഠനപീഠസ്ഥലി ഉണ്ടാവാം. കുട്ടികളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ് കൊണ്ട് ഇങ്ങനെ പഠനപീഠസ്ഥലി വരാം. നല്ലൊരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് ലേണിംഗ് പ്ലേറ്റ് ഉണ്ടാവാം. കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ഉണ്ടാവാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി കുട്ടികൾക്ക് ഒരുപോലെ ലേണിംഗ് പ്ലേറ്റ് സംഭവിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഉത്തരം A ആയിട്ട് ബോധന രീതിയുടെ പോരായ്മയായിട്ട് നമുക്ക് പറയാം. ലേണിംഗ് പ്ലേറ്റ് പഠനപീഠസ്ഥലിയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത്. വളരെ താല്പര്യത്തോടെ അധ്യാപനം ചെയ്യുന്ന അധ്യാപകൻ, നൂതന ബോധന രീതികൾ അവലംബിക്കുന്ന അധ്യാപകൻ, ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ, പാഠഭാഗം പഠിച്ചു തീർക്കുന്നതിനേക്കാൾ അവ മനസ്സിലാക്കുന്നതിൽ ഊന്നൽ നൽകുന്ന അധ്യാപകൻ. ഇവിടെ ഉത്തരം ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത് ഏതാണ്, ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകനാണ്. അറിയാം. 29ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? അറിയാവുന്നതാണ്, അബ്രഹാം മാസ്ലോ, എഡ്ഗാർ ഡെയിൽ, ഹൊവാർഡ് ഗാർഡനർ, റോബർട്ട് ഗാഗ്നെ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണല്ലേ, ഗാഗ്നെയാണ്. ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് 8ആയിട്ട് ക്ലാസ് ചെയ്യാം. ഒന്ന് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്ങിന് 8ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ.
30ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു അധ്യാപിക തൻ്റെ സ്കൂളിൽ സംഘമാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഈ സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്. ഓപ്ഷൻ എ സംഘങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ. ഓപ്ഷൻ ബി സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ. ഓപ്ഷൻ സി സംഘാംഗങ്ങൾ അധ്യാപികയുമായി സഹകരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി വ്യത്യസ്ത തരത്തിൽപ്പെട്ട അംഗങ്ങളാൽ രൂപീകൃതമായ സംഘങ്ങളാകുമ്പോൾ. ഒരു അധ്യാപക തൻ്റെ സ്കൂളിൽ സംഘമാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഈ ഒരു രീതി ഫലവത്താകണമെങ്കിൽ ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം അല്ലേ. സംഘങ്ങൾ ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോഴാണ് അതിലേറ്റവും കൂടുതൽ ഫലവത്താകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.